അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ കാണാനാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം തിരുപ്പതി പോയിട്ടുണ്ടപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ എനിക്ക് വൃന്ദാവനം പോകണം, എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് ഡിസംബറിൽ പോകാമല്ലോ. ഞാൻ പറഞ്ഞ ശരി, നമ്മളത് അവിടെ കളഞ്ഞ സാധനമാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ വെക്കേഷൻ ആയല്ലോ, വേദയ്ക്ക് വെക്കേഷൻ ആയല്ലോ പോകണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ വൃന്ദാവനോ? കേട്ടിട്ട് കാറിൽ പോവാം എന്ന് പറയും. അപ്പൊ ഞാൻ കരുതിയില്ല ഫ്ലൈറ്റിൽ പോവാം, ഇത്രയും ദൂരമൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്നവരുണ്ട്, ഏട്ടന് ഡ്രൈവിങ് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ അതങ്ങ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് മടിച്ച് നിന്നു. അപ്പൊ ഏട്ടൻ പറഞ്ഞു എന്തായാലും പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മൾ പോകണം. അപ്പൊ നമ്മുടെ ടൂറിന്റെ സ്ഥലങ്ങളൊന്ന് പറയാട്ടാ. സ്ഥലങ്ങള് ഇവിടുന്ന് ആദ്യം സേലം സ്റ്റേ, അവിടുന്ന് നാഗ്പൂർ സ്റ്റേ അവിടെ നാഗ്പൂർ ഹൈദരാബാദ് സ്റ്റേ, അവിടെ നാഗ്പൂർ നാഗ്രന്ന് ദിവസം താജ്മഹൽ, അത് കഴിഞ്ഞിട്ട് മധുര, അവിടുന്ന് 60 കിലോമീറ്റർ മധുര 3 ദിവസം, അവിടുന്ന് ഡൽഹി 3 ദിവസം, അവിടുന്ന് ഋഷികേശ്, ഹരിദ്വാർ, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ രാജസ്ഥാൻ, ജയ്പൂർ, മഹാരാഷ്ട്ര അങ്ങനെ വരുള്ളൂ. തിരിച്ച് 6 റൂട്ട് വഴി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പോകുന്ന ഇവിടെ നിന്ന് മധുര, തിരുനെൽവേലി, മധുര, സേലം, ബാംഗ്ലൂർ, ഹൈദരാബാദ്, നാഗ്പൂർ അങ്ങനെ പോകണം. തിരിച്ചു വരുന്നത് മഹാരാഷ്ട്ര, ഇൻഡോർ, പൂനെ, ബാംഗ്ലൂർ അങ്ങനെ വരും. അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് യാത്രകൾ എവിടെ പോകുമെന്ന് പറയാൻ പറ്റില്ല അല്ലേ. മാക്സിമം ഈ ട്രിപ്പ് കവർ ചെയ്യണം അല്ലേട്ടാ, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്രത്തോളം എവിടെയൊക്കെ പോകാൻ പറ്റും മാക്സിമം പോവാൻ. ക്ലൈമറ്റ് ഒരു പ്രശ്നം, ഡൽഹി തണുപ്പാണെന്ന് പറഞ്ഞു, ഭയങ്കര തണുപ്പാണ്, ആളെ പോലും നേരെ കാണാൻ വയ്യ എന്നുള്ളതൊക്കെ പറഞ്ഞു. ഓക്സിജന്റെ പ്രശ്നം പൊല്യൂഷൻ എല്ലാം പറയുന്നുണ്ട്. നമ്മളിപ്പോ ഒരു സ്ഥലം അതെ, ഇനിയിപ്പം അവിടെയൊക്കെ ഒരു പോക്കൊക്കെ ഉണ്ടാവൂല. ഇത് നമ്മൾ ഒരു പ്രാവശ്യം പോകുന്നത് തന്നെ ആയിരിക്കും. അവിടെയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനാണ് പോകുന്നത്. കാണാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വലിയൊരു ഇതായിരിക്കും. അപ്പോൾ വേദയ്ക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഇനി എത്തണം, മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യണം. അതാണ് ഇപ്പം നമ്മുടെ പ്ലാൻ. അപ്പം നമ്മുടെ നാഗർകോവിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിൻഡ് മില്ലിന്റെ ഒക്കെ അത് എത്താറായോ? അതൊക്കെ വിൻഡ് മില്ല് നാഗർകോവിലല്ലേ? തിരുനെൽവേലിക്ക് അടുത്ത്. അവിടെയൊക്കെ എത്തിയതേ ഉള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ വീഡിയോ എടുത്തായിരുന്നു. അയ്യപ്പന്മാര് ഇവിടെ നിന്നാണ് കഴിഞ്ഞ് നമ്മൾ തിരുപ്പതി പോയപ്പോൾ നമ്മൾ തിരുപ്പതിയിൽ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത്. എന്ത് രസമുള്ള സ്ഥലം അല്ലെ നമ്മുടെ നാഗർകോവിൽ. നമ്മുടെ കേരളത്തിന്റെ പാർട്ടായിരുന്നു. വേദ ഇല്ല ഉറക്കം. വേദ എണീറ്റു. ഞാനപ്പോ വീഡിയോ ഇരുന്ന് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് വണ്ടി ഇരുന്ന് ഇങ്ങനെ ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇനി എഡിറ്റ് ചെയ്യുന്നത് എവിടെയെങ്കിലും നിർത്തിയിട്ട് മാത്രമേ പറ്റൂ. ഇപ്രാവശ്യം നമ്മൾ പോകുമ്പോൾ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് പോകുന്നത്. റൂമൊക്കെ എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ തിരുപ്പതിയൊക്കെ പോകുമ്പോൾ നൈറ്റ് ഫുൾ ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. അപ്പം നമ്മൾ സ്റ്റേ എല്ലാം ചെയ്ത് മാക്സിമം എന്തെങ്കിലുമൊക്കെ കാഴ്ചകളെല്ലാം ഉണ്ടെങ്കിൽ കണ്ട് അങ്ങനെ പോവാം. നമുക്ക് സ്ഥലങ്ങൾ കാണണം. പിന്നെ എന്തെങ്കിലും അതിൽ നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി. ബിസ്ക്കറ്റ് വേദ കള്ളിക്കാട് അമ്മയ്ക്ക് സാധനം വാങ്ങാൻ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പം എന്തായാലും ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഒരു യാത്ര, എനിക്ക് വൃന്ദാവനം പോകണമെന്ന് ഒരുപാട് നാളുകൊണ്ടുള്ള ആഗ്രഹം, ഒരുപാട് നാളുകൊണ്ടുള്ള ആഗ്രഹം. ഇപ്പം ഇതിങ്ങനെ തമാശക്ക് ഇപ്പോൾ ഉടനെ എപ്പോഴെങ്കിലും പോവും, ഇപ്പോൾ ഉടനെ പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് സാധിച്ചു. ഡാർക്ക് ഫാന്റസിയാടാ. ഓരോ ഉറക്കം എല്ലാം കഴിഞ്ഞ് എണീറ്റ് നിൽക്കുകയാണ്. കൊള്ളാമോ ബിസ്ക്കറ്റ്? മെൽറ്റായി പോയി. വേദയുടെ ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് സേലം എത്തോ? സേലത്ത് സ്റ്റേ ചെയ്യാം എന്നാണ് പ്ലാൻ. സേലം, ഹൈദരാബാദ്. സിറ്റി ടൗൺ ടച്ച് ചെയ്യില്ല, കാരണം ഭയങ്കര ബ്ലോക്കാണെന്ന്. അവിടെ കയറിയാൽ പിന്നെ നമ്മൾ ഇറങ്ങുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നൈറ്റ് ആകുമ്പോൾ എല്ലായിടത്തും സ്റ്റേ ചെയ്ത്. ഹൈദരാബാദ് ബിരിയാണി, അവർക്കൊരു ഡയറി ഉണ്ട്, കാണിച്ചു കൊടുക്കടാത്. അതിൽ എഴുതിയിട്ടുണ്ട് ഫേമസ് ഫുഡ് സ്പോട്ട്സ് ഇൻ UP, ഹൈദരാബാദ്, നമ്മൾ തിരിച്ചു വരുമ്പോൾ ബാംഗ്ലൂർ ഒന്ന് സ്റ്റേ ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് കുറേ എഴുതി. ഹൈദരാബാദി ബിരിയാണി. അതെ, അവളുടെ ഓപ്പൺ ചെയ്താ
പൊടി ഇഡ്ലി ഇഡ്ലി അത് ഇത് പാവ് ബജി എന്തൊക്കെയോ കുറെ യൂട്യൂബിലൊക്കെ നോക്കി എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, തിരുനെൽവേലി, മധുരൈ, കന്യാകുമാരി ഇതൊക്കെ ഞാൻ എപ്പോഴും തിരുപ്പതി പോകുമ്പോൾ കാണിക്കുന്ന ഒരു ഇതാണ്. നമ്മുടെ പുതിയ സെറ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അത് മാപ്പൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് പഠിച്ച് വരുന്നതേ ഉള്ളൂ നമ്മള്. അങ്ങനെ നമ്മള് ടൂർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നല്ല രസമുണ്ടല്ലേ, മലയും മഞ്ഞും ഒക്കെ ആയിട്ട് ടോൾ ഗേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എത്ര രൂപയുടെ ടോൾ ആവുമെന്ന് അറിയില്ല. നമ്മൾ ഡൽഹി വരെയാണ് പോകുന്നത്. കാറിലൊക്കെ നമ്മൾ ഡൽഹിയിൽ പോകണമെന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അല്ലേ. ശരിക്കും പറഞ്ഞാല് ഇതിപ്പോ ആഗ്രയാണ് ഞങ്ങള് മാപ്പ് ഇട്ടേക്കണത്. 1 day 21 hours ആണ് ബൈ കാർ ആഗ്രയ്ക്ക് പോകാനുള്ള, എങ്ങും നിർത്താതെ പോവുകയാണെങ്കിലുള്ള ടൈം. ഡൽഹി ഉത്തർപ്രദേശിൽ നിന്ന് എത്ര ദൂരം വരും ഡൽഹി? അവിടെ 170 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. നമ്മൾ ട്രിവാൻഡ്രത്ത് കൊല്ലമൊക്കെ പോകും പോലെ. കൊല്ലമല്ല, കൊല്ലം 80 കിലോമീറ്റർ. ഇതിപ്പോ നമ്മള് ട്രിവാൻഡ്രത്ത് നിന്ന് പോകുന്നോണ്ടാണ് നാഗർകോവിൽ വഴി പോകുന്നത്. എറണാകുളം വഴിയൊക്കെ പോണെങ്കില് കോയമ്പത്തൂർ സേലം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോളാണ് നാഗർകോവിൽ അല്ലേ. നാഗർകോവിൽ ടോൾ. വേദ വീണ്ടും കിടന്നു ഉറങ്ങിയാടി. എന്തോന്ന് ചെയ്യാനല്ലടാ. നമ്മള് 5000 റുപ്പീസിന് ടോള് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നിൽക്കൂലല്ലേ? അറിയില്ല, പോവാറിയ എത്ര രൂപ ടോൾ ആവുന്നു. ആടിനൊന്നും റോഡിന് ഒരു പേടിയില്ല. കയറി നിൽക്കണം, നമുക്ക് വേണമെങ്കിൽ നമ്മൾ മാറിപ്പോണം എന്നുള്ള ഭാവത്തിലാണ്. ഏട്ടാ, ഇനി അടുത്ത് നമുക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് വേണം. വെക്കേഷന് പോയാലോ? വെക്കേഷൻ ആയിട്ടാ പറഞ്ഞ് ഗോവ പോവാം. വെക്കേഷന് ഗോവ. പക്ഷെ നമുക്ക് വെക്കേഷനൊക്കെ പോകാൻ പറ്റും. അവളുടെ ക്ലാസ് ഒക്കെ നോക്കിയിട്ട്. ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയുമ്പോൾ കുറേ ദിവസം വേണ്ടേ? അതാണ്, വെക്കേഷനെ പോകാൻ പറ്റും. നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യാം അല്ലേ. കുറെ നാളുകൊണ്ട് അതും ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ളൊരു യാത്ര. ഇപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, റോഡിൽ ഫുൾ സൈഡില് കുഴിച്ചിട്ട് മരം വെച്ചേക്കണം. അതിൽ കെട്ടി ചാക്കുണ്ട് കണ്ടല്ലേ, നനച്ച് വെച്ചു. റെഡിമെയ്ഡ് ആയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണം. അപ്പൊ വലിയ മരമായിട്ട് പൊടിച്ചു വരും കേട്ടോ. അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞാൻ കരുതി ഇത് വെട്ടിക്കളയണ മരമെന്ന് കരുതി നോക്കിയില്ല. ഇങ്ങനെ ലാസ്റ്റ് എത്തിയപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണത് അവർ കൊണ്ടുവന്ന് നടുകയാണ്. മരം, ചെടിയല്ല, മരത്തിന് ബ്രാഞ്ചസ് എല്ലാം വെട്ടിയിട്ട് മരമായിട്ട് കൊണ്ടുവന്ന് നടുന്നത്. ഇനി നിന്ന് പൊടിക്കുമായിരിക്കും കേട്ടോ. നല്ലൊരു കാഴ്ചയായിരുന്നു. പക്ഷെ അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനിത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അത് ആ സത്യം മനസ്സിലാക്കി എടുത്തത്. ശരിക്കും അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ വരാൻ ഫുൾ തയ്യാറായി റെഡിയായി എപ്പോൾ നിന്നതാണ്. അപ്പോഴാണ് ഇന്നലെ രാത്രി നമ്മുടെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബർ ഇങ്ങനെ മെസ്സേജ് ഇട്ടു കേട്ടോ, ഡൽഹിയിലെ ക്ലൈമറ്റ് വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ഇന്ന് രാവിലെ 8 മണി വരെയും വരുന്നില്ല എന്ന് പറഞ്ഞ് നിന്നിട്ട് എനിക്കങ്ങ് ഭയങ്കര വിഷമം കേട്ടോ. സത്യം, ഞാനിന്നലെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഏട്ടൻ വരുന്നില്ല. അച്ഛൻ മെയിൻലി അച്ഛന് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ക്യാൻസൽ ചെയ്തത്. അച്ഛൻ ഇത്രയും റെഡിയായി നിന്നിട്ട് അച്ഛനെ കൂട്ടാതെ നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് റെഡി ആയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോകുന്നെങ്കിൽ പോയിക്കോ. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിലെ ഡോക്ടർ ഒരു സാറുണ്ട്. സാറിനെ വിളിച്ചപ്പോൾ അച്ഛൻ ഇങ്ങനെ ആൻജിയോപ്ലാസ്റ്റിക് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നതുകൊണ്ട് ക്ലൈമറ്റും വളരെ മോശമായതുകൊണ്ടും അച്ഛന് ഒരു പേടി. ഡോക്ടറും പറഞ്ഞു റിസ്കി ആയിരിക്കും, അതുകൊണ്ട് വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഡോക്ടറും പറഞ്ഞു. അപ്പോൾ പിന്നെ അച്ഛൻ വരുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. അമ്മ അല്ലെങ്കിലും വരുന്നില്ല, കാരണം അമ്മയ്ക്ക് കാലിൻ്റെയൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനും ഏട്ടനും മോളും മാത്രമേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ ഈ ട്രിപ്പിൽ. അച്ഛൻ ഇനിയിപ്പോൾ ഫ്ലൈറ്റിലെക്കാനും പോട്ടെ, നമ്മളോടൊപ്പം വരക്കം നടക്കില്ല. ചീമയ്ക്ക് എന്തായാലും ഡൽഹിയിൽ പോവേണ്ട ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ട്. അവരുടെ ഫയലും പേപ്പറും ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ടൊക്കെ പോവേണ്ട ആവശ്യമുണ്ട്. അവരെന്തായാലും ഡൽഹിയിൽ പോകും. അപ്പോൾ പട്ടി ഒരു പട്ടിയെടുത്ത് ചാടിയത്. ഞങ്ങള് ഫസ്റ്റ് ടൈം തിരുപ്പതി പോയിട്ട് വന്നപ്പോൾ ഇതുപോലൊരു പട്ടിയെടുത്ത് ചാടി ഞങ്ങളുടെ വണ്ടിയുടെ ഒരു സൈഡ് ഫുൾ പോയായിരുന്നു. അതിനുശേഷം പട്ടിയെ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. അത് പോയി. ഞാനിങ്ങനെ ക്യാമറ തിരിച്ചപ്പോഴേക്കും അത് പോയി. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പട്ടി പോകുന്നുണ്ട്. ഞാനിങ്ങനെ പേടിച്ചു പോയത് കൊണ്ടാട്ടോ തിരിച്ചത്. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ടുള്ള യാത്രയാണ്. ഭയങ്കര സന്തോഷം, സത്യമായിട്ട് ഭയങ്കര സന്തോഷമുണ്ട്.
ഒരുപാട് വിഷമിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പോവാൻ എല്ലാം പ്ലാൻ ചെയ്തു, എല്ലാം ഇതായിട്ടും പോകാൻ പറ്റിയില്ലല്ലോ, അച്ഛനെ കൊണ്ടുപോകാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഓക്കെ പറഞ്ഞു, പിന്നീട് പോവാം എപ്പോഴെങ്കിലും. അച്ഛനും അമ്മയും കൂടി, അമ്മയ്ക്കും കാലെല്ലാം ശരിയായ ശേഷം, സുഖമായ ശേഷം രണ്ടുപേരും കൂടി ഫ്ലൈറ്റിൽ പോകട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ എത്തി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഏട്ടാ എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മള് ട്രിവാൻഡ്രം ടു ഡൽഹി? അപ്പൊ തിരിച്ചു കൂട്ടി മൊത്തത്തിൽ നമ്മൾ എത്ര കിലോമീറ്റർ ആയിരിക്കും ഓടണം അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ അല്ലറ ചില്ലറ ഓട്ടോ എല്ലാം കൂടെ ചേർത്തിട്ട്? 6000 സംതിങ് വരും. 6000 കൂടുതൽ. ആരോ ഓടിക്കുന്നത്? എനിക്കൂടെ തരുമോ? ചുമ്മാ തരയൊന്നുമില്ല. അടുത്ത ടോളായി ശ്രീനഗർ റോഡല്ലേ, NH44. സൂപ്പർ റോഡ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാല് സ്കൂട്ടറും സൈക്കിളും കൂടി ഇങ്ങനെ അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക, പട്ടികളെ ശ്രദ്ധിക്കുക. ഇത് രണ്ടും ശ്രദ്ധിച്ചാലും റോഡ് സൂപ്പർ. നമുക്ക് തിരുപ്പതി പോയി ഒരു ഹൈദരാബാദ് വരെ പോയി ഒരു ഇത് അറിയാവുന്നതുള്ളത് കൊണ്ട് ആണ് ധൈര്യമായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചത് കേട്ടോ. ഡ്രൈവ് ചെയ്യാം, ഫ്ലൈറ്റിൽ പോവാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞില്ല കാറിൽ പോവാം. എനിക്ക് എപ്പോഴും ഇഷ്ടം അതാണ്, കാറിൽ പോകുന്നത് തന്നെയാണ് ഇഷ്ടം. നമ്മുടെ ഇഷ്ടത്തിന് നിർത്തി നമ്മുടെ സാധനങ്ങളെല്ലാം നിറയെ കൊണ്ടുപോയി. നമ്മളെ ഡിക്കി നിറയെ സാധനം കേട്ടോ, നിറയെ. ഒരാള് ഭയങ്കര ഉറക്കം, എന്നോട് ഏതൊക്കെ പാട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞു, ഇട്ട് കൊടുക്കാത്തന്റെ ദേഷ്യത്തിൽ കിടന്ന് ഉറങ്ങുക. അടുത്ത ടോളെത്തി. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ചെറിയ അങ്ങോട്ട് നമ്മുടെ നാഗർകോവിൽ കഴിഞ്ഞപ്പോ നല്ല മഴക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ചെറിയൊരു വെയിലുണ്ട്. വേസ്റ്റ് കൊണ്ടുപോവുകയാണെ, ഫുൾ പറന്ന് റോഡിലേക്ക് വീഴാണ്. പ്ലാസ്റ്റിക് കവറെല്ലാം മറ്റേ ഹരിതസേന ചേച്ചിമാര് വന്നെടുക്കില്ലേ, അതുപോലെ എന്തോ സെറ്റപ്പാണ് കേട്ടോ. തിരുനെൽവേലി ആയി കഴിഞ്ഞ് അല്ലേ? തിരുനെൽവേലി നമ്മൾ ടൗൺ ടച്ച് ചെയ്യില്ല, എല്ലാം ഇങ്ങനെ പോവുള്ളൂ. പക്ഷെ തിരുനെൽവേലി കൂടെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ഡേഞ്ചർ കേട്ടോ. പശു, ആട്, പട്ടി എന്നിവ ഇങ്ങനെ നമ്മൾ സ്പീഡിന് വരുമ്പോഴായിരിക്കും റോഡ് ക്രോസ് ചെയ്യുന്നത്. അതൊന്നും സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ നല്ല പണി കിട്ടില്ല, മടി നമുക്ക് വണ്ടിക്ക് കിട്ടും. പിന്നെ എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ നിന്ന് 1500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് അടുത്ത് ഇതെന്ത് പമ്പ് തന്നെ, ഒരു പാർക്ക് പോലെ കിടക്കുന്ന ഭാരത് പെട്രോളിയത്തിന്റെ ബോർഡ് കണ്ട് കയറിയതാണ്. പാർക്ക് പോലെ കിടക്കുന്നു. അത് ഇതിനെല്ലാവർക്കും മാത്രമുള്ളതാണ് അല്ലല്ലേ? പെട്രോൾ അടിക്കാൻ വന്നതാണ്. 1500 രൂപയ്ക്ക് നമ്മൾ അവിടെ നിന്ന് അടിച്ചു. ഇതിപ്പോ തിരുനെൽവേലി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്തടിക്കുന്നത്. ഇവിടെ 101 രൂപ. നമ്മളവിടെ എത്ര? 107 എന്താണ്, ഇവിടെ 101 രൂപ. ഇവിടെ വന്നാലേ അവർ പെട്രോൾ അടിക്കും. ഞങ്ങൾ ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ അടിക്കുന്നതിന് മുന്നേ അവർ പറയും ഒന്ന് നോക്കിക്കോളൂ, 0-യിലാണ് എന്നങ്ങനെ ഒരു അവർ പറഞ്ഞിട്ടേ അടിക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഇവിടെ. ഞാനൊരു ട്രാവൽ ഡയറി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ വരവ് ചിലവ് കണക്കുകളെല്ലാം എഴുതാനായിട്ട്, നമ്മുടെ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത് എഴുതിയിട്ടുണ്ട്. ഇതെൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആട്ടോ. വളരെ മോശം ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ഇത് ഞാൻ ഇത്തിരിയെങ്കിലും നീറ്റായിട്ട് എഴുതിയതാട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനിങ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വാങ്ങിയത് എക്സ്പെൻസ് എഴുതുന്നതാണ്. ഫാസ്ടാഗ്, താജ്മഹൽ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തു. അവിടെ ചെന്നാൽ കുറച്ച് ക്യൂ ആയിരിക്കും. ഓൺലൈൻ ആകുമ്പോൾ അത്രയും ക്യൂ വേണ്ട, നമുക്ക് ഡയറക്റ്റ് കയറാം. 45 റുപ്പീസേ ഉള്ളൂ താജ്മഹൽ പുറത്തുനിന്ന് വിസിറ്റ് ചെയ്ത് കാണാനായിട്ട്. അകത്തേക്ക് കയറണമെങ്കിൽ 200 കൂടി ആഡ് ചെയ്യണം. അങ്ങനെ 250 ടാക്സ് എല്ലാം കൂടെ വന്നിട്ട് 250. പിന്നെ കുറച്ച് മെഡിസിൻസ് വാങ്ങി, പെട്രോൾ നേരത്തെ അടിച്ചത്. പിന്നെന്താ, ഈ കേബിള്, ഇത് നമ്മുടെ ചാർജറിൻ്റെ കേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതൊരെണ്ണം വാങ്ങി. അതെല്ലാം കൂടി ആരൊക്കെ ഏതൊക്കെ ചിലവാക്കി എന്നുള്ളത് എഴുതിയിരിക്കുക കേട്ടോ. കാർഡ്, GPay എല്ലാം കറക്റ്റ് ചെയ്തേക്കാണ്. ഇപ്പം നമ്മൾ പെട്രോള് ഫുൾ ടാങ്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു 3000 ഒക്കെ ആകുമ്പോൾ ഫുള്ളാവും. പെട്രോൾ 3050. ഹായ് തിപ്പട, എണീറ്റാടി നീ? വിക്കറ്റ് ഉണ്ടാടി, ഒരു വിക്കറ്റ് തരുമോ? ഞങ്ങളിങ്ങനെ ലോങ് ഒക്കെ പോകുമ്പോൾ
ഒന്ന് ഫ്രഷ് ആവാൻ മീൻസ് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ കൂടുതലും പെട്രോൾ പമ്പ് ചൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹൈവേയിൽ തന്നെ നിറയെ കോഫി ഷോപ്സ് ഉണ്ടാവും. അവിടെ നല്ല നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഒരുപാട് ടോയ്ലറ്റ്സും വാഷ്റൂമും ഒക്കെ ഉണ്ടാവും. അവിടെയൊക്കെ കയറിയാണ് നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകാമെന്ന് ഫ്രഷ് ആവുന്ന മുഖമൊക്കെ കഴുകണമെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഫാസ്ടാഗിനടുത്ത് ചില സ്ഥലങ്ങളിൽ റെസ്റ്റ് റൂമുകളുണ്ടാവും, വാഷ്റൂമൊക്കെ ഉണ്ടാവും, അവിടെ കയറും. അങ്ങനെയൊക്കെയാണ് ലോങ് പോകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ബേബി ഉറക്കം എണീറ്റ് നമ്മൾ ഒന്ന് വാഷ്റൂമിലൊക്കെ പോകാനും ചായ കുടിക്കാനായിട്ടൊക്കെ നിർത്തി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിരുപ്പതി പോയപ്പോഴിവിടെയാണ് നിർത്തിയത്. അപ്പോൾ നമ്മൾ കണ്ടുവച്ചിരുന്നൊരു സംഭവമാണ് ഇത്, കുംഭകോണം ഡിഗ്രി കോഫി. അതെന്താ സൂം ആവുന്നില്ലല്ലോ, സൂം ചെയ്യാൻ നോക്കിയിട്ടാവുന്നില്ല. ഇപ്പം ഇവിടെ കയറി കോഫി കുടിക്കാമെന്നാണ് കരുതുന്നത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റി ചേട്ടൻ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാഷ്റൂമിൽ പോയിട്ട് നമുക്ക് കോഫി കുടിക്കാൻ പോവാം. അങ്ങനെ ഞങ്ങളൊന്ന് ഫ്രഷായി ടോയ്ലറ്റിലൊക്കെ പോയ ശേഷം കുംഭകോണം ഡിഗ്രി കോഫി എന്നിട്ട് നമ്മൾ കാർ പാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാട്ടോ. അവിടേക്ക് റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങളിങ്ങനെ വരികയാണ്. ആ റോഡിൽ ഈ സ്പീഡിന് വരുന്ന വണ്ടികളേ ഉള്ളൂ, അത് ഭയങ്കര തിരക്കായിട്ടുള്ള വണ്ടികളൊന്നുമില്ല. സൂക്ഷിച്ച് ചാടിയില്ലെങ്കിൽ ആ സ്പീഡിന് വരുന്ന വണ്ടിയുടെ അടിയിൽ നമ്മളാവും കേട്ടോ. ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ഇപ്പുറത്ത് വന്നാൽ മതി. വന്നപ്പോൾ ഇവിടെ ആരും വലിയ തിരക്കൊന്നും കാണുന്നില്ല. അപ്പോൾ ഒന്ന് ഇതായി കൊള്ളാവോ കൊള്ളില്ലേ ഇനി പേര് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കയറിയപ്പോഴും ഭയങ്കര ചൂട് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത ചൂടായിരുന്നു അതിനകത്ത്. എന്തിട്ടാണ് അത്രയും ചൂടെന്ന് ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ കുറച്ച് ചൂട് കൂടുതലാണ് എന്നിങ്ങനെ പറഞ്ഞു. നമ്മളിനി പോകുന്നത് തണുപ്പുള്ള സ്ഥലത്താണ്, അതിനി സഹിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ വന്നു. ഞങ്ങൾക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് പട്ടത്ത് ഒരു കുംഭകോണം ഫിൽറ്റർ കോഫി കിട്ടുന്ന ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ ഇതിൻ്റെ സെയിം ബ്രാഞ്ചാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കോഫി. അപ്പോൾ അത് തന്നെയാണോ ഇതെന്നറിയാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇനി തമിഴ്നാട്ടിലോട്ട് വരുമ്പോൾ ടേസ്റ്റ് മാറിയാലോ എന്ന് കരുതിയിട്ട് കയറിയതാണ്. അപ്പോൾ വേദയ്ക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബിസ്ക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് അവിടെ 3 ബോട്ടിൽ ബിസ്ക്കറ്റ് വെച്ചിരുന്നു. ഒന്ന് സോൾട്ട്, ഒന്ന് ഷുഗർ, ഒന്ന് ബട്ടർ. അപ്പോൾ സോൾട്ടാണ് വേദയ്ക്ക് കൊടുത്തത്. പിന്നെ ബട്ടർ എന്ന് പറഞ്ഞപ്പോൾ സോൾട്ടിനെ തിരിച്ചു കൊടുത്തിട്ട് ബട്ടർ വാങ്ങി കേട്ടോ. സംഭവം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ ടൈഗർ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഒരു കുക്കീസിൻ്റെയൊക്കെ ടേസ്റ്റ് വരും എന്ന് കരുതി വാങ്ങിയതാണ്. ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബിസ്ക്കറ്റ് ഒന്ന് ഞാൻ കഴിച്ചു നോക്കി. അപ്പോൾ വേദ ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് പിച്ചപ്പോൾ വേദയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് കഴിക്കാനായിട്ട് വേണ്ട, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഞാൻ പിച്ച നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല, വേദയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവർ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൊള്ളാമെന്നിങ്ങനെ തല ആട്ടി കാണിച്ചു. എന്നിട്ട് കോഫി കൊണ്ടുവന്നു. കോഫി നമ്മൾ അവിടെ നിന്ന് കുടിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒരേ ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെയായിരുന്നു ഞാൻ മറ്റേ ജിഗർതണ്ട കുടിച്ചു നോക്കിയത്. ഇവിടുത്തെ അതേ ടേസ്റ്റാണോ മധുരയിലും കിട്ടുന്നതെന്ന് നോക്കിയപ്പോൾ രണ്ടിടത്തും ഒരേ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ അവിടെ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെയൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് അവിടെയും വരുന്നത് എന്ന് പതിയെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ എനിക്കൊരു കോഫി, വേദയ്ക്കൊരു കോഫി, ഏട്ടനൊരു കോഫി. 25 റുപ്പീസ് ആയിരുന്നു കോഫിയുടെ റേറ്റ്. ബിസ്ക്കറ്റിനപ്പോൾ എത്രയായി? ഓക്കെ, ബിസ്ക്കറ്റിന് 10 രൂപയും. അപ്പോൾ ടോട്ടൽ 85 റുപ്പീസായി കേട്ടോ, ബിസ്ക്കറ്റിനും കോഫിക്കും കൂടി. കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച് കയറിയതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. വേദ കയ്പെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, എനിക്ക് കയ്പായിട്ടൊന്നും തോന്നിയില്ല. ഞാനൊരു കോഫി ലവർ ആയതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ കോഫി കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത് ചോളം 5 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ബാക്കി വൈകിട്ടത്തെ വിശേഷം ഞാൻ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യാം. ഇന്ന് ഇത്രയും നമ്മൾ കാണിക്കുന്നുള്ളൂ. എല്ലാം കൂടെ ആയാലും നിങ്ങൾക്ക് കാണുന്നവർക്കൊരു ബുദ്ധിമുട്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഈവനിങ് വരെ ഉള്ളത് കാണിച്ചിട്ട് നാളെ നമുക്ക് വൈകിട്ടത്തെ രാത്രി ഭക്ഷണം കഴിക്കുന്നതും എവിടെയാണ്